അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, നമുക്കതൊരു മനോവിഷമത്തിന് ഇട വന്നേക്കാം. നമുക്കൊരു സോഫ വാങ്ങാൻ പോകുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു സോഫ വരുമ്പോഴാണ് ആ വീടിനൊരു ലക്ഷറി ലുക്ക് വരുന്നത്. പൈസയുണ്ട്, നമുക്ക് വേറെ സോഫ വാങ്ങാം എന്ന് വിചാരിച്ചാലും അത് നടന്നോളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഫാബ്രിക് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വീടിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു, നമുക്കൊരു പുതിയ സോഫ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പഴയ സെറ്റുകളൊക്കെ മാറ്റിയിട്ട് ഒരു ഫുൾ കവർ സോഫ, ഒരു ഭംഗിയുള്ളത് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടും. നമുക്കൊരു സോഫ വാങ്ങാൻ പോകുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് നമ്മുടെ വീട്ടിന് ലിവിങ് സ്പേസിന് മാച്ചായിരിക്കും, അതേപോലെ തന്നെ ഇന്റീരിയർ കളർ കോമ്പിനേഷന് സോഫയുടെ കളർ മാച്ചായിരിക്കും, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുള്ളതായിരിക്കും, അതിൻ്റെ പ്രൈസ് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങും. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്കുണ്ടായിരിക്കും. എൻ്റെ പേര് പൗലോസ് വെളിയിൽ നിന്നാണ്. പോളോ എന്ന ബ്രാൻഡിൽ ഒരു സോഫ ചെയ്യുന്നു. ചാലക്കുടിക്ക് അടുത്ത് മുരുങ്ങൂരാണ് സ്ഥലം. എനിക്ക് ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ വീട് എത്ര മനോഹരമായിട്ട് നിർമ്മിച്ചാലും അതിൽ ഫർണിച്ചറുകൾ വരുമ്പോഴാണ് അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാകുന്നത്. വീട്ടിൽ ഡൈനിങ് ടേബിൾ ഉണ്ട്, മറ്റു ഫർണിച്ചറുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു സോഫ വരുമ്പോഴാണ് ആ വീടിനൊരു ലക്ഷറി ലുക്ക് വരുന്നത്. വീടിൻ്റെ ലിവിങ് സ്പേസിൻ്റെ ആംബിയൻസ് തന്നെ മാറും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളായിക്കോട്ടെ, വീട് കാണാൻ വരുന്നവരൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് സോഫയിലാണ്. അതുകൊണ്ട് നമ്മൾ സോഫ വാങ്ങുന്നതിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന സോഫ നമ്മുടെ റൂമിന് ആപ്റ്റല്ലാന്ന് തോന്നുന്നു. നമുക്ക് ഉദ്ദേശിച്ച ഒരു രീതിയിലുള്ള ഒരു മോഡലായിരുന്നില്ല, അതിൻ്റെ കളർ കോമ്പിനേഷൻ അത്ര ഭംഗിയായിരുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ വിചാരിക്കാം നമുക്ക് വേറെ സോഫ വാങ്ങാം, പൈസയുണ്ട്, നമുക്ക് വേറെ സോഫ വാങ്ങാം എന്ന് വിചാരിച്ചാലും അത് നടന്നോളണമെന്നില്ല. അതിന് കാരണം മറ്റൊന്നുമില്ല. നിലവിലുള്ള സോഫ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വേറെ റൂമിൽ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടി വരും. ആ റൂമിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, നമുക്കതൊരു മനോവിഷമത്തിന് ഇട വന്നേക്കാം. സോഫയെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണുള്ളത്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒന്ന് വുഡൻ ഫ്രെയിമാണ്, രണ്ടാമത് വന്നിട്ട് അതിൻ്റെ കുഷൻ അറേഞ്ച്മെൻറ്റ്സ് ആണ്, മൂന്നാമത് വന്നിട്ട് അതിൻ്റെ ഫാബ്രിക്കാണ്. അതിൻ്റെ ഒരു സ്ട്രെങ്ത് നൽകുന്ന അതിൻ്റെ ബേസ് ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ വുഡൻ ഫ്രെയിം തന്നെയാണ്. വുഡൻ ഫ്രെയിം മാത്രമല്ല, അതോടൊപ്പം തന്നെ പ്ലൈവുഡ് ഉപയോഗിക്കുന്നുണ്ട്. ചില ഷോപ്പിൽ നമ്മൾ സോഫ വാങ്ങാൻ പോകുമ്പോൾ അവർ പറയും ഈ സോഫയുടെ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് തേക്കിലാണ്, അല്ലെങ്കിൽ വീട്ടിലാണ്, അല്ലെങ്കിൽ കൂടിയ മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതൊക്കെ പറയും. അതിനനുസരിച്ച് നമ്മളിൽ നിന്ന് ഒരു പൈസ വാങ്ങുകയും ചെയ്യും. ചില കസ്റ്റമേഴ്സ് സോഫ വാങ്ങാൻ പോകുമ്പോൾ പറയും എൻ്റെ സോഫയുടെ ഫ്രെയിം തേക്കിൽ അല്ലെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ കൂടിയ മരത്തിൽ വേണമെന്ന് പറയും. പക്ഷെ ഞാൻ പറയാനുണ്ടെങ്കിൽ നിങ്ങളിൽ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് മാത്രം. ഇത് ഫുൾ കവറിങ് സോഫയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കവർ ചെയ്യുന്ന മരം എത്ര കൂടിയ മരം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, അത് കാണുന്നില്ല എന്ന് മാത്രമല്ല അതിൻ്റെ ആവശ്യമില്ല. നമ്മളത് നോക്കണം അതിൻ്റെ ഡ്യൂറബിലിറ്റി എത്ര കിട്ടുന്നുള്ളതാണ്. അത് സോഫ്റ്റ് വുഡ് ട്രീറ്റ് ചെയ്ത് സോഫ്റ്റ് വുഡ് ആയാലും കുഴപ്പമില്ല, നമുക്കത് എത്ര ലൈഫ് സ്പാൻ കിട്ടും, ആ ഫ്രെയിമിനനുസരിച്ചുള്ള സ്ട്രെങ്ത് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അടുത്തതായിട്ട് കുഷിൻ്റെ കാര്യമാണ്. കുഷൻ എന്ന് പറയുമ്പോൾ സാധാരണ 2 രീതിയിലാണ് കുഷൻ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാറ്. ഫോം മാത്രം വെച്ച് ചെയ്യും, പോക്കറ്റ് സ്പ്രിംഗ് ഒക്കെ വെച്ച് ചെയ്യും. വുഡൻ ഫ്രെയിം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ടെൻഷൻ കിട്ടുന്നതിനായിട്ട് നമ്മൾ ബെൽറ്റ് ഇടും. ബെൽറ്റ് നല്ല ടെൻഷനിൽ ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. ശരിയായ രീതിയിൽ ഉറപ്പിച്ചില്ലെങ്കിൽ പിന്നീട് വിട്ടുപോകാം. അതിനുശേഷം 1 ഇഞ്ച് EP ഷീറ്റ് അതിൻ്റെ മുകളിൽ ഇടണം. EP ഷീറ്റ് ഇടാതെ നമ്മൾ പോക്കറ്റ് സ്പ്രിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പിന്നീട് തള്ളിപ്പോകും. ചില കേസുകളിൽ EP ഷീറ്റ് വെക്കാതെ ഡയറക്റ്റായിട്ട് വെക്കുന്നവരൊക്കെ ഉണ്ട്. പൈസ കുറയ്ക്കാനൊക്കെ ആയിട്ട് പല അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യും. പോക്കറ്റ് സ്പ്രിംഗ് ആണ് വെക്കുന്നതെങ്കിൽ അതിന് 4 സൈഡും അടി മോൾ എല്ലാ വശവും ഒരു 32 ഡെൻസിറ്റി ഉള്ള ഫോം വെച്ച് അത് 4 സൈഡും നമ്മുടെ ആവശ്യത്തിനുള്ള മെഷർമെൻറ്റ് അനുസരിച്ച് പോക്കറ്റ് സ്പ്രിംഗ് നമ്മൾ ഈ കുഷിനെ നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം പോക്കറ്റ് സ്പ്രിംഗ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 4 ഇഞ്ച്, ഒരു 3 ഇഞ്ച് ഒട്ടും കുറയാൻ പാടില്ലാത്ത ഒരു സ്പ്രിംഗ് 40 ഡെൻസിറ്റി ഉള്ള ഒരു സൂപ്പർ സോഫ്റ്റ് ഫോം ഇടാണെന്നുണ്ടെങ്കിൽ ആ ഫോം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്ത് കിട്ടും. അതിൻ്റെ മുകളിൽ വന്നിട്ട് ഒരു റെക്കോണിൻ്റെ ഷീറ്റ് ഇടാണെന്നുണ്ടെങ്കിൽ ഫാബ്രിക്കിൻ്റെ മുകളിൽ ഒരു പതുപതുപ്പിടും, ഒരു നല്ലൊരു സ്മൂത്ത് ഫീൽ വരികയും ചെയ്യും, ഇരിക്കാനായിട്ടുള്ള നല്ല കംഫർട്ട് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ സീറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ചാരുന്ന ഏരിയയിൽ നമുക്ക് വന്നിട്ട്
ഒരുപാട് ഡെൻസിറ്റി ഉള്ള അത്രയും ഇരിക്കുന്ന അത്ര ഡെൻസിറ്റി ഉള്ള ഫോമിൻ്റെ ആവശ്യം നമുക്കില്ല. എന്നിരുന്നാൽ തീരെ കുറഞ്ഞാലും അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഹാൻഡ് റെസ്റ്റിലായാലും അത് മതിയാവും. പക്ഷേ ചാരുന്ന ഏരിയയിൽ നമുക്ക് കുറച്ച് സ്മൂത്ത് ഫീൽ കിട്ടുന്നതിനായിട്ട് നമുക്ക് റെക്രോണിൻ്റെ പില്ലോസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സോഫയ്ക്ക് ഒരു ലക്ഷറി ലുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അടുത്ത ഘടകം എന്ന് പറയുന്നത് ഫാബ്രിക്കാണ്. നമ്മളതിൻ്റെ ഫ്രെയിം എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്താലും, സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കിയാലും, അതിനെ കുഷി എങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കിയാലും, എങ്ങനെയൊക്കെ തന്നെ ഫോം വെച്ചു എന്ന് പറഞ്ഞാലും, എന്തൊക്കെ തന്നെ ചെയ്ത് പോക്കറ്റ് സ്പ്രിംഗ് ഒക്കെ നല്ല ഭംഗി രീതിയിൽ വെച്ചാലും, ഭംഗിയായിട്ട് വെച്ചാലും, നമ്മളിത് ഔട്ട്സൈഡ് കാണുന്നത് എന്താണ്? ഔട്ട്സൈഡ് കാണുന്നത് നമ്മളിതിൻ്റെ ഫാബ്രിക് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഫാബ്രിക് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മാർക്കറ്റിൽ ഏതാണ്ട് ഒരു 80 രൂപ തുടങ്ങി 1000 മുകളിൽ വരെയുള്ള ഫാബ്രിക്കുകളുണ്ട്. ഫാബ്രിക് ആണ് ആ സോഫയ്ക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയും അപ്പിയറൻസ് നൽകുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നു, ഫാബ്രിക് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുവിധം ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഫാബ്രിക്കാണ് നമ്മളിത് ഒരിക്കൽ സോഫയൊക്കെ മേടിക്കുള്ളൂ, എന്നൊന്നും സോഫയൊന്നും മേടിക്കില്ല. അപ്പോൾ ആ ഫാബ്രിക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് പൈസ മുടക്കിയാലും നമുക്കതൊരിക്കലും നഷ്ടമാവില്ല. ഒരു കൂടിയ ഫാബ്രിക് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബുദ്ധി. അത് നമ്മുടെ ഫാബ്രിക് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ റൂമിൻ്റെ കളറിന് മാച്ചായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഡെക്കറേഷൻ മാച്ചായിട്ടുള്ള കളറുകൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ക്ലോത്ത് വന്നിട്ടേ 80 രൂപ തുടങ്ങിയിട്ട് ഞാൻ 1000 മുകളിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 80 രൂപയുടെ ക്ലോത്ത് ഒക്കെ ഇട്ട് പണിയുന്ന സോഫ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഏതാണ്ട് 10,000 രൂപ മുകളിലുള്ള സോഫകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സോഫയുടെ മുകളിൽ ഒരു EP ഷീറ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ 1 ഇഞ്ച് കനത്തിലുള്ള LD ഫോം ഒക്കെ ഇട്ടിട്ട് കവർ ചെയ്ത് അവർക്ക് അങ്ങനെ പറ്റുള്ളൂ. അവർ വിലയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവർക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു 1000 രൂപയിൽ മുകളിലുള്ള ഫാബ്രിക് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് സോഫയ്ക്ക് ഒരുപാട് പ്രൈസിൽ മാറ്റം വരും. കാരണം ഒരു സോഫയ്ക്ക് അറൗണ്ട് 20 മീറ്റർ നോർമൽ സോഫയുടെ കാര്യം പറയുന്നത്, ചിലതിന് അതിൽ കൂടുതൽ വരാം. ഈ ക്ലോത്ത് അതിൻ്റെ ഷേപ്പിനനുസരിച്ചൊക്കെ മാറ്റം വരാം. അത്രയും ക്ലോത്ത് വരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസിലുള്ള മാറ്റം ഈ സോഫയ്ക്ക് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് നമ്മൾ സോഫയുടെ ക്ലോത്ത് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും.